എല്ലാവർക്കും നമ്മുടെ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മറ്റൊരു അനുഭവമാണ്. നോമ്പ് കാലത്തെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഫിത്ർ സക്കാത്ത് അന്ന് ഭയങ്കര ആഘോഷമാണ്. അതായത് മാസപ്പിറവി കണ്ടാൽ നാളെ പെരുന്നാളാണ്. മാസപ്പിറവി കണ്ടാൽ പിന്നെ ഫിത്ർ സക്കാത്തിൻ്റെ അരി വിതരണം ചെയ്യും. എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ നാട്ടിലൊരു രീതി ഉണ്ടായിരുന്നു. ഫിത്ർ സക്കാത്തിൻ്റെ അരിക്ക് എൻ്റെ ഉമ്മ, വല്യമ്മ, എൻ്റെ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകൾ, ഇവരെല്ലാം അയൽവാസികളൊക്കെ ഉണ്ടാവും. 4-5 സ്ത്രീകൾ ഒരുമിച്ചിട്ട് ഈ സഞ്ചക്കെടുത്തിട്ട് ചാക്കൊക്കെ ഓരോ വീടുകളും കയറി ഇറങ്ങും. കുറേ ദൂരമുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങണം. ഈ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ എന്ത് ചെയ്യും, അരി വീട്ടിലെത്തിച്ചിരും. അന്ന് കൂടുതൽ അരി കിട്ടാൻ വേണ്ടി ഒരുപാട് വീടുകൾ ഇങ്ങനെ രാത്രി കയറി ഇറങ്ങും. ഇത് ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ ഈ കുട്ടികളായ ഞങ്ങളും ഇവരെ പിന്നാലെ പോകും. അങ്ങനെ രാത്രി 9, 10, 11 മണിയൊക്കെ ആകുമ്പോൾ ഓരോ വീട്ടിലും ഞങ്ങൾ കയറി ഇറങ്ങും. ചില വീട്ടിൽ നിന്നൊക്കെ തരിക്കഞ്ഞി, ജ്യൂസ് ഇതൊക്കെ കിട്ടും. ഇവിടെ നിന്നൊക്കെ അരി കളക്ട് ചെയ്യും. എന്തിനാണ് ഈ അരി കളക്ട് ചെയ്യുന്നത്? ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് വീട്ടിൽ വലിയൊരു മഞ്ച ഉണ്ടായിരുന്നു. ഇത് നിറയും അരി. അതുപോലെ വീടിൻ്റെ ഒരു റൂമിലാണ് ഈ അരിയെല്ലാം കൂട്ടിയിടുക. ഈ റൂമിൻ്റെ ഒരു മൂലയിൽ ഇഷ്ടം പോലെ അരി ഉണ്ടാവും. ഈ അരി എല്ലാം ഉമ്മയും വല്യമ്മ ഇവരൊക്കെ പല വീടുകളും പോയി കളക്ട് ചെയ്യണം. ഇത് മതി 2-3 മാസം ജീവിക്കാനുള്ള അരി ഇങ്ങനെ കിട്ടും. ഞാൻ ഇപ്പോൾ അറിയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ നടന്നിട്ടുണ്ടാവുക? അത് നടക്കാതെ പ്രധാന കാരണം പട്ടിണിയാവാം, ദാരിദ്ര്യമാവാം. കാരണം ഈ അരി കൊണ്ടൊരു 2-3 മാസം ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഭക്ഷണം വെക്കാനുള്ള അരി ഈ രീതിയിൽ കിട്ടും. അരിയോടൊപ്പം തന്നെ ചില വീടുകളിൽ നിന്നൊക്കെ ഈ തേങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു. കുട്ടികളായി ഞങ്ങൾക്കും ഇത് ഭയങ്കര ഹരമാണ് ഈ പോക്ക്. കാരണം രാത്രിയാവുമ്പോൾ പലപ്പോഴും ഒന്നെങ്കിൽ ടോർച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ മെഴുകുതിരി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പന്തം കെട്ടി ഓരോ വീടുകൾ കയറും. ഈ രീതിയിലൊക്കെയാണ് നടന്നിരുന്നത്. അപ്പോൾ ഈ രാത്രിയിലുള്ള നടത്തം ഞങ്ങളൊക്കെ വല്ലാതെ ആസ്വദിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഇത്തരം രീതികളൊന്നും കാണുന്നില്ല. കാരണം എല്ലാവരും സാമ്പത്തികമായി ഒരുപാട് മെച്ചപ്പെട്ടു. അതുകൊണ്ട് ഈ ഫിത്ർ സക്കാത്തിൻ്റെ അരിക്കൊന്നും ഇന്ന് എൻ്റെ നാട്ടിലൊന്നും ആരും നടക്കുന്നത് ഞാൻ കാണാറില്ല. കാരണം മുമ്പത്തെ പാവങ്ങളൊക്കെ ഇന്ന് സമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ ആ രീതി ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ അടുത്തുള്ള വീടുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അരി കൊടുക്കും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ല. പക്ഷേ അത് എന്തെന്നില്ലാത്തൊരു സന്തോഷം നൽകിയിരുന്നു. കാരണം രാത്രി ഇങ്ങനെ ഒരുപാട് സഞ്ചരിക്കുന്നു, കുറേ വീടുകൾ കയറി ഇറങ്ങുന്നു, കുറേ ആളുകളുമായി സംസാരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷമായിരുന്നു, ആഹ്ലാദമായിരുന്നു. അങ്ങനെ ഈ ഫിത്ർ സക്കാത്തിൻ്റെ അരിക്ക് കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്താൽ പെരുന്നാൾ. ഈ പെരുന്നാളിന് അന്ന് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങും. പുതിയ ഡ്രസ്സും ചെരുപ്പും എല്ലാം വാങ്ങി രാവിലെ പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ നിന്ന് വന്നാൽ പിന്നീടുള്ള പരിപാടി പെരുന്നാൾ ആഘോഷിക്കലാണ്. സക്കാത്ത് കിട്ടിയ കാശ് എൻ്റെ കയ്യിലും ജ്യേഷ്ഠൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവും. അന്ന് പടക്കം വാങ്ങലും അതിൻ്റെ അപ്പുറത്തേക്ക് പലപ്പോഴും ഞങ്ങളെ പ്രായത്തിലുള്ള ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് അന്ന് ഏറ്റവും കൂടുതൽ പോയിരുന്നത് പരപ്പനങ്ങാടി ബീച്ചിലേക്കാണ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ പരപ്പനങ്ങാടി ബീച്ചിൽ പോയിട്ട് കടൽ കാണും. അവിടെ ഇരുന്ന് കുറേ സംസാരിക്കും, ഐസ് വാങ്ങും, കടല വാങ്ങും, ഇങ്ങനെ പലതും വാങ്ങിക്കഴിച്ച് ഇങ്ങനെ നടക്കും. ഇതുപോലെ തന്നെയാണ് അന്ന് പെരുന്നാൾക്ക് വിരുന്ന് പോകുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അതെൻ്റെ അമ്മായിയുടെ വീട് ഈ കരിപ്പറമ്പത്തുണ്ടായിരുന്നു. കരിപ്പറമ്പ് ഉള്ള അമ്മായിയുടെ വീട്ടിലേക്കാണ് പോവുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അന്നത്തെ ഭക്ഷണത്തിന് എന്തെന്നില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഒരു ബിരിയാണിയോ കുഴിമന്തി അതൊന്നല്ല. അന്ന് എൻ്റെ വീട്ടിൽ അന്നത്തെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ സാദാ ചോറും ബീഫും കർമൂസയുടെ കറിയും. നല്ല കോമ്പിനേഷനാണ് ഈ കർമൂസയുടെ കറിയും ചോറും ബീഫും. ബിരിയാണി വെക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ ഒന്ന് ബിരിയാണി വെച്ചിരുന്നില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടം ഈ സാദാ ചോറും ഈ ബീഫും കർമൂസയുടെ കറിയുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ പപ്പടവും ഉപ്പേരിയൊക്കെ ചേരുമ്പം എന്തെന്നില്ലാത്ത ടേസ്റ്റ് അന്ന് ഉണ്ടായിരുന്നു. കാരണം അന്ന് ടേസ്റ്റ് തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ ബീഫ് കിട്ടുക, എപ്പോഴും ബീഫ് കിട്ടില്ല. ഇന്ന് ആഴ്ചയിൽ 2-3 വട്ടം ഇറച്ചി കിട്ടുന്നുണ്ട്. അന്ന് അങ്ങനെയല്ല. അന്നൊരു ബീഫ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ പെരുന്നാൾ വരണം, അല്ലെങ്കിൽ ഈ മുടികളച്ചിൽ ചടങ്ങ് വരണം, എന്തെങ്കിലും ഫങ്ഷൻ വരണം. അപ്പോൾ മാത്രമാണ് ബീഫ് അല്ലെങ്കിൽ ഇറച്ചി കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിട്ടാതെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ടേസ്റ്റ് അത് എന്തെന്നില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പെരുന്നാൾ വളരെ ആഘോഷമായി കൊണ്ടാടും. അന്ന് പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല, ബുദ്ധിമുട്ടില്ല, സങ്കടമില്ല, ഒന്നുമില്ല. കുറച്ച് കാശ് കയ്യിലുണ്ടാവും. ആ കാശൊക്കെ പെരുന്നാൾക്ക് തീർക്കുകയും ചെയ്യും. ഈദുൽ ഫിത്തറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഡൽഹിയിലുള്ള സമയം അവിടെ നടന്നൊരു ഈദുൽ ഫിത്തർ അത് എന്നെ വല്ലാതെ മനസ്സിൽ തട്ടിയൊരു സംഭവമായിരുന്നു. ഞാൻ
ഒന്നോ രണ്ടോ തവണ ഡൽഹിയിലെ ഈദുൽ ഫിത്തറിൽ പങ്കെടുത്തിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് എൻ്റെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് വിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. മലയാളി, നോർത്ത് ഇന്ത്യൻസും തമിഴനും എല്ലാവരും ഇന്ത്യയിലെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്ന് അനേകം ആളുകൾ ഈ ഗ്രൗണ്ടിലെത്തും. ഈ ഗ്രൗണ്ടിലെത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കലും സ്നേഹം പങ്കുവെക്കലും മിഠായി വിതരണം ചെയ്യലും. അന്ന് ആ യൂണിവേഴ്സിറ്റിയുടെ VC വരെ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അത്രയും രസകരമായ ചില അനുഭവങ്ങൾ ഈദുൽ ഫിത്തറുമായി എനിക്കുണ്ട്. ഈ ഡൽഹിയിലുള്ള സമയത്ത് പലപ്പോഴും ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഹോസ്റ്റലിൽ സാധാരണ ഫുഡാണ് കിട്ടുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി അന്ന് ആരുടെങ്കിലും വീട്ടിൽ പോകും. ഡൽഹിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി അവിടെ വ്യത്യസ്തമായ ഭക്ഷണം പാകം ചെയ്യും, ഞങ്ങൾ പങ്കിട്ട് കഴിക്കും. അതുപോലെ തന്നെ അവിടുത്തെ നല്ല ഹോട്ടലുകൾ, സ്റ്റാർ ഹോട്ടലുകൾ സെലക്ട് ചെയ്യും. ഈ ഹോട്ടലുകളിൽ പോയിട്ടും ഭക്ഷണം കഴിക്കും. അങ്ങനെ അവിടെയും ഈ പെരുന്നാൾ വളരെ രസകരമായി ആഹ്ലാദപൂർവ്വം ആഘോഷിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് ഇവയെല്ലാം നമുക്ക് തന്നിരുന്നത്. ഇതെല്ലാം ഇന്നിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു കുളിർമ, ഒരു സന്തോഷം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് ഇത്തരം പ്രയാസങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ പലപ്പോഴും ആ ഒരു കരുത്ത്, അന്നുണ്ടായ ആ ദാരിദ്ര്യം, ആ പട്ടിണി, അതാണ് ഇന്ന് കരുത്തോടു കൂടി ജീവിക്കുവാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. അന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അതിനെ അതിജീവിക്കാൻ നമ്മളൊക്കെ വല്ലാതെ പഠിച്ചു. അന്ന് നന്നായി പഠിച്ചു, അതിനെല്ലാം അതിജീവിച്ച് ഇന്ന് നല്ലൊരു നിലയിൽ എത്തി. അപ്പം അതുകൊണ്ട് പക്ഷെ നമ്മുടെ കുട്ടികൾക്ക്, ഇന്ന് വലിയ പ്രയാസങ്ങളൊന്നും അറിയാതെ വളരുന്ന കുട്ടികൾ, എന്തും ചോദിച്ചാൽ നമ്മൾ വാങ്ങിക്കൊടുക്കും. ആ ഒരു പ്രയാസം എന്തെന്ന് അറിയുന്നില്ല, ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിജീവനം കുറഞ്ഞു വരുന്നു. ലക്ഷ്യബോധമില്ലാതെ വളരുന്ന നമ്മുടെ പുതിയ തലമുറ മാറേണ്ടതുണ്ട്. പ്രയാസങ്ങൾ അവരെ അറിയേണ്ടതുണ്ട്, ബുദ്ധിമുട്ടുകൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ രീതിയിൽ വളർത്തേണ്ടതുണ്ട്. ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാതെ അവരെ നാം വളർത്തിക്കൊണ്ടുവരണം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും മുട്ടും വരെ താങ്ക് യു സോ മച്ച്.